ആരവെവിടെ? ആരോ ആരോ? ആ, ഞാനിവിടെ ഉണ്ട്. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. നിനക്ക് എന്താടാ പ്രശ്നം? ഇല്ല, താൻ പൊക്കോ. ആരോനെന്താ പ്രശ്നം? ആരോ? എന്തു പറ്റിയടാ? നിന്റെ കണ്ണിന് എന്താ പ്രശ്നം? കണ്ണില് പൊടി എന്തോ പോയി. ഈ കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. ഈ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഭയങ്കര അസ്വസ്ഥത. വല്ലാത്ത വേദന. അത് ഞാൻ ഹെൽപ്പ് ചെയ്യണോ? താൻ എന്ത് ചെയ്യാനാ? നിന്റെ കണ്ണിൽ എന്താ വീണേന്ന് ഞാൻ നോക്കട്ടെ. പൊടി വീണതാ. പൊടി എങ്ങനെ വീഴാനാ? അത് ഞാൻ ഈ കിടക്ക കുടഞ്ഞപ്പോ വീണതാ. ഇത് പ്രശ്നമൊന്നുമില്ല, ഇതിപ്പോ മാറും. മാറ്റാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? മാറിയോ? ഇപ്പൊ അത് മാറി. ഒരു ആശ്വാസമുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്ന? അല്ല, കണ്ണിലെ പൊടി പോയല്ലോ. അപ്പൊ തന്നെ നന്നായിട്ട് കാണാൻ പറ്റുമോ നോക്കിയതാ. അല്ല, താനെന്തിനാ വന്ന്? ഞാനോ? ഞാൻ എന്റെ ഫോൺ എടുക്കാൻ വന്നതാ. താൻ ഫോൺ എടുക്കാൻ വന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കണ്ണിലെ പൊടി പോയ വേദന നിങ്ങൾ വരുന്നവരെ ഞാൻ അനുഭവിച്ചേനെ. ആ ശരി, പോട്ടെ. നിന്നോടൊരു കാര്യം പറയാനും കൂടിയാ ഞാൻ വന്നത്. എന്താ എന്താ കാര്യം? ഞാൻ നാളെ അതിരാവിലെ അമ്പലത്തിൽ പോവും. നീ എന്റെ കൂടെ അമ്പലത്തിൽ വരുന്നോ? അമ്പലത്തിലോ? അതെ. വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് പിന്നെ ഞാൻ തന്റെ കൂടെ അമ്പലത്തിൽ വന്ന ആരെങ്കിലും കാണില്ലേ? അത് പ്രശ്നമാവോ? എന്റെ കൂടെ സ്കൂട്ടറിൽ വരണ്ട. ഞാൻ അമ്പലത്തിൽ എത്തുമ്പോഴേക്കും നീ എങ്ങനെയെങ്കിലും അവിടെ എത്തണം. നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു ദേവി പൂജ നടത്തുന്നുണ്ട്. അത് കണ്ടു തൊഴാനായിട്ടാ നീ കൂടി വരണോന്ന് പറഞ്ഞത്. അല്ല, അത് പൂജയൊക്കെ എന്തിനാ? നിനക്ക് നിന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ പൂജ ചെയ്യാൻ പോകുന്നത്. ആ പൂജ നീ കണ്ടു തൊഴുതാ നിനക്ക് നിന്റെ അമ്മയെ കണ്ടുമുട്ടാൻ കഴിയും. എന്നാലും ഞാനെങ്ങനെ വരും? ഈയിടെയായിട്ട് ആരും കാണാതെയല്ലേ നീ ഇവിടേക്ക് വരുന്നതും പോകുന്നതും. അങ്ങനെ വന്നാ മതി. അപ്പൊ ആരും കാണില്ലല്ലോ. ഞാൻ പതിവായി പോകുന്ന ആ അമ്പലമില്ലേ, നീ രാവിലെ അവിടെ വരണം. ഞാൻ നിന്നെയും കാത്തവിടെ നിൽക്കാം. പിന്നെ ഫ്രണ്ട്സിനോടൊന്നും ഇപ്പൊ പറയണ്ട, അവർക്ക് ടെൻഷനാവും. പോയിട്ട് വന്നതിന് ശേഷം പറഞ്ഞാ മതി. വൃന്ദേ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ വന്നേ പറ്റൂ. ഇത് നിനക്കും നിന്റെ അമ്മയ്ക്കും വേണ്ടി നടത്തുന്ന പൂജയാ. നീ വരണം. വൃന്ദേ, ഞാൻ ക്ഷേത്രകാര്യല്ലേ, എതിർത്തൊന്നും പറയില്ലേ നീ.
എന്നെ പിടിച്ചു നിർത്തിയേ? ഞാനോ? ഞാനല്ല, താനല്ലേ എന്നെ പിടിച്ചത്. ഞാൻ നിന്നെ പിടിച്ചില്ല. ദേ, കള്ളം പറയല്ലേ അറിവ്. സത്യം, ഞാൻ തന്നെ തൊട്ടിട്ടേ ഇല്ല. നിന്റെ ഈ നമ്പറൊന്നും എന്നോട് വേണ്ട കേട്ടോ.